ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മുടെ സഭാസ്ഥാപകനായ ആദരണീയനായ ആന്റണി പകാനിയച്ചൻ്റെ നൊവേനയുടെ 9ാം ദിവസത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ ഈ പുണ്യാത്മാവിനെ ഈ ലോകത്തിലേക്ക് സമ്മാനമായി നൽകിയ സ്വർഗീയ പിതാവിന് 1000 സ്തുതിയും നന്ദിയും മഹത്വവും എന്നേക്കും ആമേൻ. ദൈവദാസനായ വെനീസിലെ ആന്റണി പകാനിയച്ചൻ ക്രൂശനായ യേശുക്രിസ്തുവിനെ തൻ്റെ മാറോട് ചേർത്ത് അള്ളിപ്പിടിച്ച് സ്നേഹിച്ച് ധ്യാനിച്ച് അനുഭവിച്ച് തൻ്റെ ജീവിതം മുഴുവനും ദൈവത്തിനും ദൈവജനത്തിനും വേണ്ടി ഏറെഴുതി കൊടുത്ത് പരിത്യാഗത്തിലും വിനയത്തിലും വിശുദ്ധിയിലും ജീവിച്ച ഒരു മഹത് വ്യക്തിയാണ്. ക്രിസ്തുവിനെ പിൻചെല്ലുക, അവിടുത്തെ പ്രഘോഷിക്കുക എന്നത് ഒരു പട്ടുമെത്തയല്ല, മറിച്ച് കുരിശും പീഡനങ്ങളും നിറഞ്ഞതാണ്. എന്നാൽ അത്തരം സന്ദർഭങ്ങളിലും നഷ്ടധൈര്യരാകാതെ പ്രേക്ഷിത ദൗത്യം തുടരുക എന്നത് വെല്ലുവിളിയാണ്. പ്രേക്ഷിത ദൗത്യം ക്രൈസ്തവ വിളിയുടെ അന്തസത്തയാണ്, കാതലാണ്. പീഡനങ്ങളിലും സഹനങ്ങളിലും ഓരോ വിശുദ്ധരും ആശ്രയിച്ചത് ക്രൂശിതനായ ക്രിസ്തുവിനെയും പരിശുദ്ധ അമ്മയുമാണ്. നമുക്കിന്ന് ചിന്തിക്കാനും വിചിന്തനം ചെയ്യാനും ധ്യാനിക്കാനുമായി മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 1 തുടങ്ങി 12 വരെയുള്ള തിരുവചനങ്ങളാണ്. യേശുവിൻ്റെ മലയിലെ പ്രസംഗത്തിൻ്റെ പശ്ചാത്തലം. സന്യാസിനി സഭയുടെ വളർച്ചയും ഈ വചനഭാഗവുമായി താരതമ്യം ചെയ്യുമ്പോൾ വചനത്തിൽ അധിഷ്ഠിതമായ ഒരു ജീവിതവും അടിയുറച്ച വിശ്വാസവുമാണ്. സുവിശേഷ ഭാഗ്യങ്ങൾ നമ്മെ ദൈവരാജ്യത്തിൻ്റെ വഴിയിലേക്ക് നയിക്കുന്ന യേശുവിൻ്റെ മഹത്തായ ഉപദേശങ്ങളാണ്. വിനയം, കരുണ, സമാധാനം, നീതിക്കായുള്ള ദാഹം ഇവയെല്ലാമാണ് അടിസ്ഥാനം. ദുഃഖിതരോടും പീഡിതരോടും ദൈവം ഏറ്റവും സമീപത്താണ് എന്ന് ഉറപ്പു നൽകുന്നു. ഉപവിപ്രവർത്തനങ്ങൾക്ക് പ്രാധാന്യം നൽകി അമലോത്ഭവ മാതാവിൻ്റെ സംരക്ഷണതയിലുള്ള ഡിമേസ് സമൂഹത്തിന് പകാനിയച്ചൻ രൂപം നൽകി. വെനീസിൽ അന്ന് അറിയപ്പെട്ടിരുന്ന കവിയും എഴുത്തുകാരനും താപസനും അനുഭവജ്ഞാനിയും പണ്ഡിതനും വിശുദ്ധനുമായ അച്ഛൻ പാവപ്പെട്ടവരിലേക്ക് ഇറങ്ങിച്ചെന്ന് സുവിശേഷം പ്രസംഗിച്ചും മതബോധനം കൊടുത്തും അവരോട് കൂടെയായിരുന്നു അവരെ കേൾക്കാനും അഭയമായി തീരാനും സമയം ചെലവഴിച്ചു. ഏകാന്ത ധ്യാനാത്മക ജീവിതത്തിലൂടെ ദൈവവുമായി ദൃഢമായ സ്നേഹബന്ധം സ്ഥാപിച്ചു. തൻ്റെ ആത്മീയ മക്കളായ കുരിശിൻ്റെ സഹോദരിമാരോടും വലിയ ആദരവ് പ്രകടിപ്പിച്ചിരുന്നു. അവരുടെ സ്ഥാപകനും ഗുരുവുമാണെന്ന ഭാവം ഒരിക്കലും ആ അച്ഛൻ കാണിച്ചിരുന്നില്ല. ജീവിതം മുഴുവൻ എളിമയുടെയും വിനയത്തിൻ്റെയും സമുന്നതമായ മാതൃകയാണ്. ഇന്ന് നമുക്ക് ചുറ്റുമുള്ള സ്വാർത്ഥതയുടെയും വിവേചനത്തിൻ്റെയും ചൂഷണത്തിൻ്റെയും അനീതിയുടെയും അഴിമതിയുടെയും വർഗീയതയുടെയും വിവേചനത്തിൻ്റെയും ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. എങ്കിലും പ്രതീക്ഷയുടെ നാമ്പുകൾ അറ്റുപോയിട്ടില്ല. അന്ധകാരത്തിനു മേൽ പ്രകാശത്തെ സ്വീകരിക്കുന്ന, സ്വാർത്ഥതയുടെ മേൽ നിസ്വാർത്ഥത തിരഞ്ഞെടുക്കുന്ന ചുറ്റുമുണ്ട്. ഈ കാലഘട്ടത്തിൽ പകാനിയച്ചനെ പോലെ ദൈവസ്ഥാനത്തിൽ ആശ്രയിക്കാൻ ഏവർക്കും പ്രചോദനമാകട്ടെ. പകാനിയച്ചൻ തീക്ഷ്ണമായ പ്രാർത്ഥനയിലൂടെയും കോണ്ടംപ്ലേഷനിലൂടെയും കുരിശിനെ അവസാനം വരെ സ്നേഹിച്ചു. ഈ പുണ്യാത്മാവിൻ്റെ സുഹൃതങ്ങൾ നമുക്ക് ഒപ്പിയെടുക്കാം. ആത്മാവിൽ ജ്വലിച്ചെരിയുന്ന സ്നേഹാഗ്നി ജ്വാലയായി മാറിക്കൊണ്ട് എങ്ങനെയാണ് സഭാമക്കൾ യേശുവിനെ അടുത്തറിഞ്ഞ് ജീവിക്കേണ്ടതെന്ന് പകാനിയച്ചൻ ജീവിതത്തിലൂടെ പകർന്നു തന്നു. ഹൃദയ നൈർമല്യമുള്ളവരും നിർമ്മല മാനസരുമായി തീർന്ന് എളിമയിലും സത്യത്തിലും നീതിയിലും ജീവിച്ച് ക്രൂശനായ ക്രിസ്തുവിനെ പിന്തുടർന്ന് അനേകരുടെ മാനസാന്തരത്തിനായി പ്രവർത്തിച്ച് യേശുവിൻ്റെ യഥാർത്ഥ മണവാട്ടിയായി തീരാൻ സർവശക്തൻ അനുഗ്രഹിക്കട്ടെ. ക്രൂശനായ ക്രിസ്തുവിന് അനുരൂപരായി ജീവിക്കുവാനും ചുറ്റുമുള്ളവർക്ക് ഒരനുഗ്രഹമായി തീരാനും നമുക്ക് സാധിക്കട്ടെ. ആമേൻ.